മത്തായി സഭയെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ആന്റണി കൈതാരൻ അച്ഛനെ ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലെ അഭിവന്യ പിതാക്കന്മാരെ, ശ്രേഷ്ഠ വൈദികരെ, ജനപ്രതിനിധികളെ, സ്നേഹം നിറഞ്ഞ ചോലത്തടം മാർത്തമറിയം ഇടവക അംഗങ്ങളെ, എല്ലാവർക്കും ഈശോമിശിഹായുടെ ധന്യനാമത്തിൽ എൻ്റെ വന്ദനം ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ നഗരത്തിൽ മാത്രമായിട്ട് ഒട്ടുമിക്കവാറും ഒതുങ്ങി നിൽക്കുന്ന, എന്നാൽ പാരമ്പര്യത്തിലും പൗരാണികതയിലും ഒട്ടും പിറകിലല്ലാത്ത ഒരു കൊച്ചു സഭയുടെ പ്രാതിനിധ്യം ഈ തിരുനാളിൻ്റെ ഈ ക്രൈസ്തവ കാഹള പരിപാടിയിൽ ഉണ്ടാകണമെന്നുള്ള സിറിൽ തൈലച്ചൻ്റെ ആ നിർബന്ധമായ നിശ്ചയമാണ് ഇന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കുവാനായിട്ട് കാരണമായി തീരുന്നത്. കാരണം ഞാൻ പല കാര്യങ്ങളും തടസ്സം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാതിരിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നോക്കി. കാരണം ഞാൻ നാളെ രാവിലെ 7 മണിക്ക് കോയമ്പത്തൂർ ഇടവകയിൽ കുർബാന ചൊല്ലേണ്ട ഒരച്ഛനാണ്. പിന്നെ രാത്രിയിൽ ഞാൻ യാത്ര ചെയ്തിട്ട് വേണം അവിടെ എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അച്ഛൻ്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിൻ്റെ മുന്നിൽ വഴങ്ങുകയായിരുന്നു ചെയ്തത്. പ്രിയമുള്ളവരെ, അധികം സമയം ഞാൻ നീട്ടുന്നില്ല. നമുക്കറിയാം, നമ്മൾ ഇന്നൊരു ഐക്യത്തിൻ്റെ ഒരു വേദിയിലാണ് ഇരിക്കുന്നത്. നല്ലതും ചീത്തയുമായ എല്ലാ വൃക്ഷങ്ങളുടെയും വേരുകൾ ഭൂമിയുടെ നിശബ്ദമായ ഹൃദയത്തിൽ കെട്ടിപിടിഞ്ഞു കിടക്കുന്നു എന്ന് പ്രവാചക കവിയായ ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുമ്പോൾ അത് കേവലം വൃക്ഷങ്ങളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നതെന്നും സകല ജീവജാലങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാക്കുവാൻ നമുക്ക് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അതായത് ഭൂമിയിലെ സകല മനുഷ്യരും ഒരു അദൃശ്യമായ ചരടിനാലായിട്ട്, ഒരു കാണാ ചരടിനാൽ ദൈവം നമ്മയൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ചില വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതി നമ്മൾ ഓരോരുത്തരും വിഷമിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു വേദിയിൽ ഒരാൾ പറയുന്ന ആ ഒരു തമാശയായിരിക്കാം ഒരു സദസ്സിനെ മുഴുവനുമായിട്ട് രസിപ്പിക്കുന്നതും ആനന്ദിപ്പിക്കുന്നതുമായിട്ട് നമ്മൾ കാണാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അദൃശ്യമായ ചരടിനാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അദൃശ്യമായ ചരടുള്ളത് കൊണ്ട് മാത്രമാണ് തൃശ്ശൂർ പേരൂരിൽ എവിടെയോ കിടക്കുന്ന ഞാൻ ഇന്ന് ഈ ചോലത്തടം മാർത്തമറിയം പള്ളിയുടെ അങ്കണത്തിൽ വന്ന് നിൽക്കുവാനും 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുവാനുമായിട്ട് ഇടയായി തീർന്നത് ദൈവത്തിന്റെ ഈ അദൃശ്യമായ കാണാ ചരടിനാൽ നമ്മളെയൊക്കെ ദൈവം ഒരുമിച്ച് കൂട്ടി ചേർത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, എങ്കിലും മനുഷ്യരെ പലപ്പോഴും നമ്മുടെ സ്വന്തം ഭവനത്തിൽ പോലും ഗർത്തങ്ങൾ ഉണ്ടാക്കാനായിട്ട് മിടുക്കന്മാരാണ് മനുഷ്യര്. സ്വന്തം ഭവനത്തിൽ പോലും മനുഷ്യർ ഗർത്തങ്ങൾ ഉണ്ടാക്കി തീർക്കും. ഒരുപക്ഷെ പ്രിയമുള്ളവരെ, നമ്മെ ഭിന്നിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ ഒരുപക്ഷെ ചരിത്രമാകാം നമ്മെ ഭിന്നിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സഭകളൊക്കെ അനുവർത്തിക്കുന്ന ചില നിലപാടുകളായിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്റ്റോളജി ആയിരിക്കാം, അല്ലെങ്കിൽ മാരിയോളജി ആയിരിക്കാം, തിയോളജി ആയിരിക്കാം. നമ്മെ ഭിന്നിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ടാകാം. പക്ഷേ നമ്മെ ഒന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് കർത്താവായ ഈശോ മിശിഹ. കർത്താവായ ഈശോ മിശിഹ എന്ന ഏക ശരീരത്തിന്റെ വിവിധമായ അവയവങ്ങളാണ് ഓരോ ക്രൈസ്തവ സഭകളും. അതുകൊണ്ട് ഭിന്നിപ്പിനുള്ള കാരണങ്ങൾ നിരവധി ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഐക്യത്തിനുള്ള കാരണമായിട്ട് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. നേരത്തെ അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ, CSI സഭയുടെ പിതാവ് പറഞ്ഞതുപോലെ, ഈ ഒന്നാകൽ എന്ന് പറയുന്നത് ഒന്നിലേക്ക് ലയിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വലുത് ചെറുതിനെ വിഴുങ്ങുന്നതോ അല്ല. അവരവരുടെ ഐഡന്റിറ്റിയിൽ നിലനിന്നുകൊണ്ട്
പരസ്പരം അംഗീകരിക്കുന്നതിനെയാണ് ഈ ഒന്നാകൽ എന്ന് പറയുന്നത്. ഒന്നിൽ ലയിക്കുന്നതിനെയല്ല ഈ ഒന്നാകൽ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ അധികം നീട്ടുന്നില്ല. വേദപുസ്തകത്തിലെ രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകത്തിലെ 18-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ഏലിയ പ്രവാചകൻ കാർമേൽ പർവ്വതത്തിൽ ആഹാബ് രാജാവിന്റെയും ഇസബേൽ രാജ്ഞിയുടെയും അബാലിന്റെ പ്രവാചകന്മാരെയും അശേര പ്രവാചകന്മാരെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മഴ പെയ്യിപ്പിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട്. ആ ഏലിയ പ്രവാചകൻ യഹോവയ്ക്ക് യാഗം അർപ്പിച്ചുകൊണ്ട് മഴ പെയ്യിപ്പിക്കാൻ പോകുമ്പോൾ ആ ഇസ്രായേൽ എന്ന് പറയുന്ന സകല ജനത്തോടും പറയുന്ന ഒരു വാചകമുണ്ട്, സർവജനമേ അടുത്തു വരുവിൻ. അതാണ് ഇന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. സർവജനമേ അടുത്തു വരുവിൻ. സഭയ്ക്ക് പ്രവാചകമായ ദൗത്യമുണ്ട്, പ്രവാചക ദൗത്യം സഭയ്ക്കുണ്ട്. അതുകൊണ്ട് ഓരോ സഭകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പ്രിയ ജനമേ അടുത്തു വരുവിൻ. നമ്മൾ അകന്നു പോകേണ്ടവരല്ല, നമ്മൾ അടുത്തു നിൽക്കേണ്ടവരാണ്. ക്രിസ്തു എന്ന തലയായ ആ സഭയിലെ വ്യത്യസ്തങ്ങളായ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ ഐക്യമാണ് ഇന്നിവിടെ ഉണ്ടാകേണ്ടത്. നമുക്കറിയാം, നമ്മുടെ തിരുനാളുകളൊക്കെ ഇലുമിനേഷൻ ചെയ്ത് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഭംഗിയാക്കി നമ്മുടെ പള്ളികളൊക്കെ മോടി പിടിപ്പിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ നമ്മുടെ ഇടയിലെ നമ്മുടെ സഹോദരന്മാർ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വേദന കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് തിരുനാളുകളെല്ലാം അതിൻ്റെതായ അർത്ഥത്തിൽ ആചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഇന്ന് ജനപ്രതിനിധി പറഞ്ഞതുപോലെ ആദിമ സഭയുടെ ആ ഒരു ഐക്യവും സ്നേഹവും അവിടെ ആർക്കും ഒന്നിനും ഒട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും എല്ലാം പൊതുവായി എന്ന് കരുതി. നമ്മുടെ സഹോദരന്മാർ തമ്മിലുള്ള ഐക്യമാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഗവൺമെന്റിൽ നിന്നോ മറ്റേ സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ നമുക്ക് പലതും നേടിയെടുക്കാനായിട്ടുണ്ടാകാം. എന്നാൽ നമ്മുടെ ഇടയിലുള്ള ഐക്യമാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത്. സഹോദരന്മാർ തമ്മിലുള്ള ഐക്യം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഐക്യം ക്രൈസ്തവ സഭകൾക്കിടയിലും ഓരോ വ്യക്തികൾക്കിടയിലും ഈ ഐക്യമുണ്ടാകട്ടെ. ഈ ഐക്യത്തിന് വേണ്ടിയുള്ള ഈ കാഹളം എന്ന് പറയുന്ന സമ്മേളനം അതിനു വേണ്ടി പ്രവർത്തിച്ചതായ ഏറ്റവും ബഹുമാനപ്പെട്ട സിറിൽ തൈലച്ചനെയും ഇതിന്റെ ഭാരവാഹികളെയും എല്ലാവിധമായ ആശംസകളും അനുമോദനങ്ങളും നൽകിക്കൊണ്ട് എല്ലാവരോടും ഇവിടെ ക്ഷണിച്ചതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.